എന്നാ പിണങ്ങട്ടോ പിണങ്ങ എപ്പോഴും അടങ്ങി കൊടുക്കാൻ കഴിയില്ല. അയ്യോ, അത് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, വല്ലാത്തി തഖാഫൂന നുശൂസഹുന്ന ഫൈലുഹുന്ന. വല്ല തെറ്റും കുറ്റും പിണക്കവും നമ്മൾ ഭയപ്പെടുകയാണെങ്കിൽ നമ്മൾ ആദ്യമായി ഉപദേശിക്കുക. പെണ്ണുങ്ങളോട് ഭർത്താവ് ചിലപ്പോൾ നിങ്ങൾ ഉപദേശിക്കാൻ നിങ്ങളെ ഭർത്താവ് വിളിക്കലുണ്ടോ? നമുക്കിന്നൊന്ന് ബീച്ചിൽ പോവുക, ആരും വേണ്ട, കുട്ടികളൊക്കെ കിടക്കട്ടെ, അവർക്കൊക്കെ പണി ഏൽപ്പിച്ച് എല്ലാവരും പഠിച്ചോളി, വരുമ്പോൾ നിങ്ങൾക്ക് ഷവർമ കൊണ്ടുണ്ട് മറ്റേ കൊണ്ടുണ്ട് കണ്ടാൽ പോവുക. അത് എന്തിനാ വെച്ചാൽ നന്നാകാൻ വേണ്ടിയിട്ട് കുറേ ഇതുവരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും വാക്കുകളും ദുഃഖങ്ങളും പരിവട്ടങ്ങളും ഒക്കെ ഒന്ന് പറഞ്ഞു തീർക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ സ്കൂട്ടറിൻ്റെ ബാക്കിൽ കയറ്റി കൊണ്ടുപോയി ബീച്ചിൽ കൊണ്ടുപോയി ഇരുത്തി. ആദ്യം തന്നെ എന്നാ നിങ്ങൾ പറഞ്ഞോളി കേൾക്കാം. അപ്പം അയാൾ അങ്ങനല്ല, പിന്നെ എങ്ങനെയാ? അല്ല, നീ ഒരു സൗമ്യമായി കേൾക്കുക. എനിക്ക് സൗമ്യമൊക്കെ എത്രേ കഴിയുള്ളൂ. ഞാൻ കുറേ സൗമ്യമായി നിന്നതിൻ്റെ അനുഭവമാണ്. അപ്പം അയാൾ എന്താ കയറിക്കോ, ഒരു മതി വിട്ട വണ്ടി. അതിനിടയ്ക്ക് ചിലപ്പോൾ കടല വിൽക്കുന്ന കുട്ടികളൊക്കെ വരും, കടലക്കാരൻ്റെ ഒരാട്ടും. ഇവിടെ കടല് ഓൻ്റെ മനസ്സിൽ കടലടിക്കാൻ തുടങ്ങുമ്പോഴോ ഇപ്പം കടല വിൽക്കാൻ വന്നത് അല്ലേ. ചിലർ ഇങ്ങനെ ബീച്ചിലേക്കൊന്നും പോകില്ല, പകരം വീട്ടിൽ തന്നെ കസേരയൊക്കെ എടുത്തിട്ട് കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കി അപ്പുറം ഇപ്പുറം കസേരയൊക്കെ ഇട്ടിരുന്ന് എന്നാ പറഞ്ഞോ. അപ്പോൾ ചിലപ്പോൾ അയാൾ പറയും, നീ ഇന്നാൾ ചെയ്ത് തെറ്റാണ്, അന്ന് അവിടെ കല്യാണത്തിന് പോയപ്പോൾ എൻ്റെ വീട്ടുകാരോട് ചെയ്ത വർത്താനം പറഞ്ഞാൽ വർത്താനമൊക്കെ തെറ്റാണ്, അപ്പം നിങ്ങളെ ബാക്കിയുള്ളവരൊന്നും പറഞ്ഞൊന്നുമില്ല, അത് കേട്ട് പറയാം ആദ്യം എന്ന് പറഞ്ഞിട്ട് അയാളെ കൗണ്ട് ചെയ്തിട്ട് പരാജയപ്പെടുത്തുക. ഇവിടെ ആരാ പരാജയപ്പെടുക? നിങ്ങളാ. അയാളെ പരാജയപ്പെടുത്തുക, നിങ്ങളാ പരാജയപ്പെടുക കേട്ടോ. എന്നിട്ട് ആ വർത്താനം പൂർത്തീകരിക്കാണ്ട് മതി വർത്താനം നിർത്തിക്കാളി, കട്ടഞ്ചായും വേണ്ട കടലക്കയും വേണ്ട, തിന്നൂടി ഞാൻ പോകാറ് എണീച്ച് പോകുന്നുണ്ട്. ഇയാൾ ഈ കസേരയൊക്കെ പിടിച്ചു കിട്ടും രണ്ടാമത്. അത് വല്ലാത്തൊരു രംഗ. അയാൾ പിന്നൊരിക്കലും നന്നാകാൻ വേണ്ടിയുള്ള ഒരു പരിപാടി ഇവിടെ തുടങ്ങണ്ടാകുന്നതാണ് ഇതിന് തീരുമാനിക്കുക. അങ്ങനെ അയാളെ മനസ്സിൽ യഥാർത്ഥത്തിൽ നിങ്ങൾ വെറുപ്പുളവാകും വിധം ആയി ജീവിക്കരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് വളരെ സുപ്രധാനമായി പറയാനുള്ളത് കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് ഗുണമില്ലാന്ന് നിങ്ങൾ തോന്നുന്നുണ്ടോ ഈ ഉപദേശങ്ങളൊന്നും? നിങ്ങൾ നേരം കാരണം എന്താ പറയുക, നമ്മളെ മനസ്സിലെപ്പോഴും ഭാര്യ ഭർത്താവ് എന്ന് പറയുന്ന ആളെ സംബന്ധിച്ച് ഭർത്താവ് എന്ന് പറയുന്ന ആൾ ലേശം ദേഷ്യക്കാരനായിരിക്കും, അല്ലെങ്കിൽ ലേശം മുൻചുണ്ടിക്കാരനായിരിക്കും. ഇങ്ങനെ ഒരുപാട് പോരായ്മകളൊക്കെ പുരുഷൻക്ക് ഉണ്ടാവും. കാരണം അയാൾ ഒരുപാട് സ്ഥലത്ത് ജോലി ചെയ്ത് ചിലപ്പം അയാളെ ബോസ് അയാളെ മേലധികാരി അയാളെ ചീത്ത അറിഞ്ഞിട്ടുണ്ടാവും. അപ്പം ചീത്ത അറിഞ്ഞാൽ ആ ചീത്തയൊക്കെ കേട്ടിട്ട് ഇങ്ങനെ വരികയായിരിക്കും. വന്ന ഉടനെ നിങ്ങൾ മൈദപ്പൊടി ഒടിഞ്ഞില്ല, അതോടുകൂടി ഓനെ മൈദയിൽ മുക്കി ഒട്ടിക്കാനാ അവർക്ക് തോന്നുക, പശാക്കി ഒട്ടിച്ചാളാൻ തോന്നും, ജീവിതത്തിനോട് വരെ വെറുപ്പ് തോന്നും അല്ലേ. അപ്പൊ അവിടെയൊക്കെ നിങ്ങൾ സാന്ത്വനവും അതോടൊപ്പം തന്നെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മനോഹരമായ നല്ല അവസ്ഥകളും നിങ്ങൾ കൊടുക്കണം. മഹാനായ ഖബ്ബാബ് റളിയല്ലാഹുവിന്റെ ഭാര്യ സ്വർഗത്തിലാന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ആരാ ഖബ്ബാബ്? ഖബ്ബാബ് എന്ന് പറയുന്ന ഒരു കൊല്ലപ്പണിക്കാരനാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ സ്വർഗത്തിലാണ്. അപ്പൊ പല പെണ്ണുങ്ങളും അന്വേഷിച്ചു പോയി, എന്താണ് ഈ റസൂലുള്ളാഹി ഖബ്ബാബിന്റെ ഭാര്യ സ്വർഗത്തിലാന്നിങ്ങനെ വഹി കിട്ടിയിട്ടാണല്ലോ പറയുന്നത്. അപ്പൊ എന്താണെന്ന് അറിയണല്ലോ. പെണ്ണുങ്ങളൊക്കെ അന്വേഷിക്കാൻ ചെന്ന്, അപ്പോൾ സാധാരണ നമ്മളൊക്കെ നിസ്കരിക്കുന്ന പോലെ നിസ്കരിക്കും. പക്ഷേ തൻ്റെ ഭർത്താവിനെ സാന്ത്വനപ്പെടുത്തുക, സമാധാനപ്പെടുത്തുക, അവരുടെ പ്രവർത്തനങ്ങളിൽ മണ്ഡലങ്ങളിൽ അവർക്ക് സന്തോഷവും ആനന്ദവും കൊടുക്കാൻ വേണ്ടി വളരെ കൂടുതൽ ശ്രദ്ധാപൂർവം ശ്രദ്ധിച്ച വളരെ ആഗ്രഹങ്ങൾ കുറഞ്ഞ പെണ്ണായിരുന്നു ഖബ്ബാബ് റളിയല്ലാഹുവിന്റെ ഭാര്യ. അതായിരുന്നു ഏറ്റവും വലിയ ഗുണം. ആഗ്രഹങ്ങൾ കുറവ്, എടുത്താ പൊന്താത്ത ഒരാഗ്രഹമില്ല, ഹിമാലയത്തോളം പൊന്താത്ത ഒരാഗ്രഹവും ഇല്ലാത്തൊരു പെണ്ണ്. മക്കളെ വസ്ത്രം കീറിയതാണെങ്കിലും അത് നന്നായി അലക്കി വെളുപ്പിച്ച് തുന്നാൻ ശ്രമിക്കും. അതാണ് ഒരു സൽക്കർമ്മം ചെയ്തത്. അധികമായിട്ട് നമ്മൾ ചെയ്യുന്നതിൽ അധികം. പിന്നെ വിയർപ്പിന്റെ ദുർഗന്ധവുമായി കടന്നു വരുന്ന ഭർത്താവിനെ സ്നേഹത്തോടു കൂടി പരിലാളിക്കും, ശുശ്രൂഷിക്കും. യാതൊരു നിലക്കുള്ള പ്രയാസവും അതിന്റെ പേരിൽ എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പൊ ഖബ്ബാബ് റളിയല്ലാഹുവിന്റെ ഭാര്യ നമ്മളൊക്കെ ചെയ്യുന്ന പോലുള്ള സൽക്കർമ്മങ്ങൾ ഇബാദത്തുകൾ ചെയ്തു, പുറമെ ഭർത്താവിനോട് ഈ വിധം പെരുമാറുകയും ചെയ്തു. ഇപ്പൊ എന്ത് മനസ്സിലായി? ഖബ്ബാബ് റളിയല്ലാഹുവിന്റെ ഭാര്യ അപ്പൊ സ്വർഗത്ത് കയറാൻ പ്രാപ്തമായ ഒരു നമ്മളുടെ ഒരു സ്റ്റാൻഡാണ് എന്ത് ഭാര്യ എന്ന് പറഞ്ഞ സാധനം കേട്ടോ. അല്ലാതെ പെറാൻ മാത്രമുള്ളതല്ല. അങ്ങനെ തെറ്റിദ്ധരിച്ചു പോയി. ചിലരൊക്കെ വിചാരിച്ച എന്താണ് ഓരോരുത്തരുടെ കണ്ടില്ലങ്ങൾ, ഓരോരുത്തരുടെ ഭർത്താക്കന്മാർ ഓരോരുത്തരോരുത്തർ പെരുമാറിനെ കാണുമ്പം എനിക്ക് ഇത്
അന്റെ പെരുമാറ്റ ദൂഷ്യങ്ങൾ അതിലെന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്ക്. എന്നിട്ട് അത് തിരുത്തേണ്ടത് വല്ലതും ഉണ്ടോ നോക്ക്. ഇല്ലേ, നീ മനസ്സിലാക്കേണ്ടത് റബ്ബ് സുബ്ഹാനഹു തആല നിനക്ക് വിധിച്ചൊരു വിധിയാണ് കേട്ടോ. അത് കാരണം നിനക്ക് സ്വർഗം കിട്ടും. അതുകൊണ്ടായില്ലേ വിധി വിധിച്ചത്? നിങ്ങൾ പഠിച്ചില്ലേ? ആസിയ റളിയല്ലാഹു അൻഹാക്ക് അള്ളാഹു കൊടുത്ത ഭർത്താവാരാ? ഫറോവയെ പറ്റി നമ്മൾ അറിഞ്ഞു. സൂറത്തു തഹരീം നമ്മൾ പഠിച്ചവരാണ് അല്ലേ? ഭർത്താവിന്റെ മുമ്പിൽ ആ ഹീനനായ, നികൃഷ്ടനായ, ക്രൂരനായ ആ മനുഷ്യന്റെ മുമ്പിൽ ജീവിതം അവസാനിക്കുമ്പോൾ റബ്ബിനോട് പ്രാർത്ഥിച്ചത് എന്താണ് നമുക്കറിയാം. നജ്ജിനി മിൻ ഫിർഔന വഅമലിഹി, അവന്റെ പ്രവർത്തനങ്ങളിൽ നിന്നും അവനിൽ നിന്നും പടച്ചോനെ നീ എന്നെ രക്ഷിക്കണം. റബ്ബ് ബിലി ഇന്ദക ബൈതം ഫിൽ ജന്ന, പടച്ചോനെ സ്വർഗത്തിലൊരു വീട് തന്നാള്, ഇവന്റെ വീട് എനിക്ക് വേണ്ട ഉണ്ടോ? അത് നമുക്ക് അവസാനത്തെ ആയുധാണ്. ഇപ്പൊ ഉള്ള പെൺകുട്ടികൾ അങ്ങനല്ല. ആർക്ക് വേണം എന്നെ? പോടാ, പോയി പണി നോക്ക്, അങ്ങോട്ട് പറഞ്ഞുവിടുക. അതൊക്കെ ഇവിടെ ഇറങ്ങിപ്പോ. ടെലഫോണിലൊക്കെ വിളിച്ചിട്ടാ തലാക്കലുണ്ട് ഓള്. അങ്ങോട്ട് വേണമെന്നില്ല, അങ്ങോട്ട് വരണമെന്നില്ല, വയ്ക്കോ. എന്താ കാരണം അറിയോ? ജീവിതത്തെക്കുറിച്ചൊരു ബോധവുമില്ല. എന്താണ് ജീവിതം എന്ന് അതും അറിയില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോഴാണ് പിന്നെ രണ്ടാമത് മൂപ്പരൊന്ന് കിട്ടുമോ നോക്കേ, അതിന് പിന്നെ അയ്യാറടക്ക ചെയ്യാം. പിന്നെ അവസാനം ചണ്ടി പോലെ കൂടെ നിൽക്കേണ്ടി വരും. എനിക്ക് ഇഷ്ടമുണ്ട് നിന്നോ, അല്ലേ പോകാം. ഇത് ഞാൻ എന്നെ കുട്ടി കൊടുത്തല്ലോ, ഇജ്ജ് വന്നതല്ലേ, അങ്ങനെ അങ്ങനെ അറിഞ്ഞിട്ട് അങ്ങനെ ചില പെണ്ണുങ്ങൾ കുടുങ്ങിയിട്ടുണ്ട്. എന്നിട്ട് വലുതാറില്ല അറിയോ? പഠിച്ചവനെ, ഇനി ഒരു പെണ്ണും ഭർത്താവിനെ വിട്ടു പോകരുത് കേട്ടോ, ഒരു ഉപദേശമാണ്. പോയതിന്റെ ഗതികേട് പറഞ്ഞ് ഇല്ലേ? മുത്തിന് വിറ്റ് പഠിക്കുക, മുത്താറിക്ക് വിറ്റ് പഠിക്കരുത് കേട്ടോ. അപ്പൊ ഏതായിരുന്നാലും നല്ല പെണ്ണുങ്ങൾ ആരാണെന്നും കൂടി നമുക്ക് നോക്കാം കേട്ടോ. റസൂലുള്ള പറയുന്നു, നിസാഉക്കും മിൻ അഹ്ലിൽ ജന്ന, സ്വർഗത്ത് കയറുന്ന ഭാര്യ അൽ വദൂദ് അൽ വുലൂദ് അൽ ഉഊദ് അലാ സൗജിഹാ, നല്ല പെണ്ണ് ഏറ്റവും അളവറ്റ് സ്നേഹിക്കുന്നവളാണ്. ഭർത്താവിന് മാത്രമല്ല, ഭർത്താവിന്റെ വീട്ടുകാരെയും ഭർത്താവിന്റെ ഉമ്മനെയും ഭർത്താവിന്റെ ബാക്കിയുള്ളവരും ഒക്കെ വേണം. ചില പെണ്ണുങ്ങളുടെ ഭർത്താവിനെ മാത്രം സ്നേഹിക്കും. ഭർത്താവിന്റെ അമ്മ പോയി പണിയൊക്കാൻ പറയാമോ അയമനോട്, അയമന് ആയി തള്ളേ, ഓളെ വാപ്പുണ്ടല്ലോ അത് അതിലേറെ വലിയ കിഴങ്ങനാ. എന്നിട്ട് ഓനോട് തന്നെ പറയും, നിങ്ങളെ വാപ്പ ഒരു കിഴങ്ങനാ, നിങ്ങളമ്മ അതിനനുസരിച്ചൊരു കിഴങ്ങെത്തി, നിങ്ങൾക്ക് അമ്മലേ പറ്റുള്ളൂ, എനിക്ക് പറ്റൂല എന്നൊക്കെ അപ്പൊ ഓൻ ആദ്യത്തിലൊക്കെ ഇത് കേൾക്കുമ്പോ പിന്നെ എൻ്റെ വാപ്പ കിഴങ്ങനാണല്ലോ, ഉമ്മ കിഴങ്ങത്തിയുമാണല്ലോ എന്ന് സമ്മതിക്കും. പിന്നെ കുറച്ചായിട്ട് കഴിഞ്ഞിട്ട് ഇവർക്ക് ഇതൊക്കെ മതിയാവുമല്ലോ. മതിയാവുമ്പോഴാണ് ഇയാൾ എന്നോട് പറഞ്ഞത് കിഴങ്ങനാണ് എൻ്റെ വാപ്പ. എൻ്റെ വാപ്പ കിഴങ്ങനല്ല കുഴങ്ങനാണ്. അപ്പൊ കേരള കൂവായി പിന്നെ അല്ലേ? നല്ല കേട്ടില്ലേ? പിന്നെ ആദ്യം പറഞ്ഞതിനത്രം ഡബിൾ പോസ്റ്റിൽ വെച്ചാ പിന്നെ കിട്ടുക, പെനാൽറ്റി ബോക്സിൽ വെച്ചിട്ട് കേട്ടോ. അപ്പൊ സൂക്ഷിക്കുക. ഭർത്താവിന് മാത്രമല്ല, ഭർത്താവിന്റെ വീട്ടുകാരെയും മാതിരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കാനൊക്കെ പഠിക്കണം. നല്ല ഭാര്യയാവണ്ടേ അല്ലേ? അതിനൊക്കെ പെണ്ണുങ്ങൾക്ക് നേരമുണ്ടോ? ചിലര് എനിക്കിപ്പോ ഉറങ്ങാൻ തന്നെ നേരില്ല, ഓരെ സ്നേഹിച്ചിറക്കണ്ടില്ലേ ഇവിടെ, ഉറങ്ങാൻ നേരില്ല. അധികമായിട്ടുള്ള പെണ്ണുകൾ അധിക സമയത്ത് ഉറങ്ങല, കാര്യമായ സാലിഹായ അമല അതാ. ഏത് ഇനിയിപ്പോ ഇവിടെ തന്നെയല്ലോ ഈ പരിപാടിയായിട്ട്. അല്ലാ കൊയക്കായിട്ട് വെയ്യ, മഫ്തിയും കൂടി കഴിക്കാൻ കഴിയൂലൊക്കെ എടുക്കട്ടെ കുറച്ച്, എന്നിട്ട് അവിടെ കിടക്കും. എന്നിട്ട് കുറേ അവനാൻ്റെ മക്കളെ ചീത്ത അറിയും. ഓരോന്നുണ്ട് ഇവിടെ. എന്താണ് 10-12 വയസ്സായിട്ടുള്ളൂ. 10-12 വയസ്സുള്ള സമയത്ത് ഞാൻ ഇങ്ങനെയല്ലായിരുന്നു, അങ്ങനെയല്ലായിരുന്നു. അത് ഓൾ അറിയണ്ട എങ്ങനെ എഴുതിയുള്ളത് അല്ലേ? ഓളിപ്പോ നല്ലതാ ഉമ്മന്റെ കണക്കിന് അല്ലേ? അപ്പം നല്ല പെണ്ണുങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവളാണ്, ഏറ്റവും കൂടുതൽ പ്രസവിക്കുന്നവളാണെന്നും കൂടി റസൂലുള്ള അൽ വലൂദ്. നമ്മളിപ്പോ അനങ്ങിയ പ്രസവം നിർത്തുക എന്നുള്ളതാണ് നമ്മളെ മെയിൻ പരിപാടി. കാരണം അധികം ഉണ്ടായ ഞമ്മക്ക് ഇടങ്ങറാണെന്നാണ് നമ്മളെ ധാരണ. സത്യത്തിൽ അധികം ഉണ്ടായ ഒന്നെങ്കിൽ നമ്മൾ നോക്കാനുണ്ടാവും. സത്യം അതാ. ഇപ്പൊ മുമ്പൊക്കെ ഉള്ള പെണ്ണുങ്ങൾ 10-12 ഒക്കെ പ്രസവിച്ചിരുന്നല്ലോ അല്ലേ? പിന്നെ ഈ പെണ്ണുങ്ങൾ വന്നിട്ട് നമ്മളോട് കൊണ്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കുട്ടികളുണ്ട്? 5 നിങ്ങൾക്ക് ഇനി നിർത്തിക്കൂടെ? ഓക്കെന്തോ അടങ്ങാറില്ലായി നമ്മളെ പൊരലുണ്ടേ. അപ്പൊ തോനെ അന്ന് 10-12 ഒക്കെ പ്രസവിക്കുകയും പ്രസവം എന്ന് പറഞ്ഞാൽ രോഗമല്ലേ ഇനി അന്ന് പ്രസവിക്കുക പറഞ്ഞാൽ വിറകൊക്കെ ചെയ്തായിരിക്കും, വെള്ളം പോരുമായിരിക്കും, അവിടെ വക്കറ്റ് വെച്ച് ഉമ്മ പോയി പെറ്റ്, അത്ര ഉള്ളേ. ഇനി ഇപ്പം അതല്ല. ഇപ്പൊ
പ്രസവം എന്ന് പറഞ്ഞാൽ രോഗി എന്നാ പറയല് ഡോക്ടർമാർ. രോഗിനെ കൊണ്ടൊരു പേഷ്യന്റിനെ. അങ്ങനെയാണെങ്കിൽ പൂച്ചയൊക്കെ, നായും പൂച്ചയും കാക്കിയും ഒക്കെ ഇവിടെ പ്രസവിക്കുന്നുണ്ട്. ആ പ്രസവിക്കുന്ന സാധനങ്ങളൊക്കെ പേഷ്യന്റായിട്ട് വരണ്ടേ? അതൊക്കെ ഇവർക്ക് മുക്കാലുണ്ടാക്കാൻ വേണ്ടി ഇവർ ചെയ്ത് വെച്ച പണിയാണ്. അനങ്ങാ പറയും പ്രസവിക്കാൻ യോഗ്യല്ല. അപ്പൊ നിങ്ങളും അത് നല്ലതാണ്, രണ്ടുകൊണ്ടെന്തിനെ തന്നെ നോക്കാൻ വയ്യ. 5-6 നോക്കിയാലും 3 നോക്കിയാലും കണക്കാ. 3 നോക്കി കഴിയുമ്പോഴേക്ക് ഇതിലൊക്കെ പീച്ചം വിടുമല്ലോ. ഓരോന്ന് പീച്ചം വിടുന്നൊക്കെ നിങ്ങളെ നേരെ തിരിച്ചു ചെയ്യും. ഓരോന്ന് 2 ആവുമ്പോളേ ഒന്ന് കുറച്ച് അവസാനം ആകുമ്പോഴേക്കും ഉണ്ടാവും ഉമ്മനോട് സ്നേഹമുള്ള, ഉമ്മനെ നോക്കണം തോന്നുന്ന. മറ്റേ ഈ 3 യൗവനം നിങ്ങളെ യൗവനത്തിൽ തന്നെ അത് വളർന്നു വലുതാവും. അപ്പൊ ഐറ്റിയക്ക് സ്നേഹം ഉണ്ടാവില്ല, ഉമ്മന്റെ കഷ്ടപ്പാട് കണ്ടിട്ടുണ്ടാവില്ല. ഉമ്മന്റെ ഭയങ്കര ആരോഗ്യവസ്ഥയിൽ ബാപ്പന്റെ അയാൾ അടക്കുന്നത് മാത്രമേ മോൻ കണ്ടിട്ടുണ്ടാവുള്ളൂ. ഇപ്പൊ എല്ലാ കുട്ടികളും നോക്കുന്നത് ഉമ്മല്ലല്ലോ, ഉമ്മന്റെ അമ്മയാണല്ലോ. പറവല് മാത്രം ഉള്ള പണിയാണ്, ബാക്കി നോക്കലൊക്കെ ഉമ്മന്റെ അമ്മ. ഓൾ ഇങ്ങനെ പെറ്റുകൊടുക്കും. എന്നിട്ട് എന്താ അതൊന്ന് കുട്ടിക്ക് എന്തെങ്കിലും നിങ്ങൾ എന്നതാ അത് അപ്പിട്ടാണൊക്കെ ഇങ്ങനെ കൊണ്ടുവരിക, വല്ല ഇതിനൊന്ന് കഴുകിക്കൊണ്ടിരിക്കാറുണ്ട് കേട്ടോ. കാരണം അത്ര ബന്ധമുള്ളൂ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ പിന്നെ നിവൃത്തിയില്ലാണ്ട് ചില അമ്മമാര് പറയും അങ്ങോട്ട് കെകൂട്, കെക്ക് ഇങ്ങനെ തന്നെ പഠിക്കുക, ഞാൻ 10-12 പോറ്റിയത് അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് ഒലബോളും. അപ്പം എന്നാ പിന്നെ ഒരു തെരി കൊണ്ടോക്കട്ടെ. അങ്ങനൊക്കെ ഈ ശീലിച്ചതാ കുടുങ്ങിയിട്ട് അല്ലേ? ചിരിക്ക് കണ്ടില്ലേ? ആലോചിച്ച് ചിരിക്കുക കേട്ടോ. ഒന്നുകിൽ പുരയിലത്തത് അല്ലെ സ്വന്തം. ഇതിപ്പോ നല്ല ഭർത്താവ് എത്തിയില്ല കേട്ടോ, ഭാര്യയിൽ തന്നെ നിൽക്കുക കേട്ടോ. ഇനി മോശപ്പെട്ട ഭാര്യ, നല്ല ഭാര്യ നല്ലോണം സ്നേഹിക്കുക, നല്ലോണം പ്രസവിക്കുക, ഭർത്താവിന്റെ പിന്നെ അളവറ്റ് സ്നേഹിക്കുക, ഭർത്താവിന്റെ ആജ്ഞകൾക്ക് പ്രാധാന്യം കൊടുക്കുക. മോശപ്പെട്ട പെണ്ണോ നിസായിക്കും അൽ മുത്തബരിജാത്ത്, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നന്നായി ഡ്രസ്സ് ധരിക്കുന്ന പെണ്ണാണ് ഏറ്റവും മോശപ്പെട്ട പെണ്ണ്. നന്നായി ഡ്രസ്സ് ചെയ്യുക പുറത്തേക്ക് ഇറങ്ങുമ്പോൾ. സത്യത്തിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നന്നായി ഡ്രസ്സ് ചെയ്യുന്ന ആരെ കാണിക്കാനാ? ഭർത്താവാണല്ലോ നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട ആള് അല്ലേ? ആ ആളെ കാണിക്കാൻ എന്തേലും മതി എന്നുള്ള വിശ്വാസം നിങ്ങൾക്ക് എത്തിയില്ലേ? ഇല്ലേ? അയാൾക്ക് എന്തായാലും വേണില്ല. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വളരെ ആർഭാടായിട്ട്, അത് മോശപ്പെട്ട പെണ്ണാണ്. അൽ മുത്തബരിജാത്ത്. പിന്നെ ഈ മുത്തബരിജാത്തായ ആർഭാട വിഭൂഷിയായി ജീവിക്കുന്ന പെണ്ണുങ്ങൾക്ക് ഒരു ദൂഷ്യം ഉണ്ടാവും. അൽ മുത്തഹയ്യിലാത്ത്, ഭയങ്കര പൊങ്ങച്ചക്കാരികളായിരിക്കും. ഈ ഇങ്ങനെ ആർഭാട വിഭൂഷിയായി നടക്കുന്ന അതെ, യെസ് യെസ്, നോ, അത് ഇത് എന്നിട്ട് ഇങ്ങനെ മുടിയോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് കണ്ടില്ല പൊങ്ങച്ചം കളിക്കുന്നത് ചില പെണ്ണുങ്ങൾ. അതെ, എക്സാം ഉണ്ട്, നാളെ എക്സാമാണ്, അങ്ങനെ കിടക്കുന്ന പെണ്ണുങ്ങളല്ലേ ഒരു പൊങ്ങച്ചായിട്ട്. എൻ്റെ ഹസ്സു അമേരിക്കയിൽ നിന്ന് വരുന്നുണ്ട്, ഹി വിൽ കം. ആദ്യമായിട്ടൊരു ഇംഗ്ലീഷ് ഉപയോഗിച്ചതാ. അതൊക്കെ കേൾക്കുമ്പോണ്ടല്ലോ തലക്ക് ഭ്രാന്ത് വരും അല്ലേ? അവനാന്റെ മക്കളാണെങ്കിൽ കൊന്ന് ലെവലാക്കാൻ തോന്നും ഉമ്മക്ക്. പക്ഷെ ഉമ്മ ഒന്നും പറയില്ല. ഉമ്മ എന്താ പറയാ അറിയോ? ഓക്ക് ഇപ്പൊ നല്ലോണം ഇംഗ്ലീഷ് അറിയാതെ തന്നെ. അതെ, പൊങ്ങച്ചത്തിന്റെ 5 കളി കേട്ടോ. ഇതൊക്കെ നിങ്ങളാണോ നോക്കണേ. പിന്നെ നമ്മളെ ചിലർ പൊങ്ങച്ചൻ പറയാ, ഞാൻ അയക്കോറില്ലാതെ എനിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, പിന്നെ ഞാൻ ന്യൂഡിൽസാണ് ഞാൻ അധികം കഴിക്കുക, പിന്നെ അങ്ങനെ ചുണ്ടിങ്ങനെ പിടുത്തി ഇങ്ങനെ പറയും. ചുരുക്കത്തിൽ ഞാൻ അതിലേക്ക് കിടക്കില്ല കേട്ടോ. അപ്പൊ അങ്ങനെ വരുമ്പം അവരാണ് അൽ മുത്തഹയ്യിലാത്ത്, പൊങ്ങച്ചടിച്ച് വിടും കേട്ടോ. ഈ രണ്ട് ക്വാളിഫിക്കേഷൻ ഒരാൾക്ക് വന്നാൽ ഹുന്നൽ മുനാഫിഖാത്ത്, തികഞ്ഞ കപട വിശ്വാസിയായ പെണ്ണ്. എന്റെ മൂമിനാണ് ആ പെണ്ണായില്ല. ഒന്ന് ഭയങ്കര പ്രൗഢമായ വർത്താനം പറയാം, ആവശ്യമില്ലാത്ത പൊങ്ങച്ചങ്ങൾ. പിന്നെ മറ്റൊന്ന് ആർഭാട വിഭൂഷിയായി പുറത്തേക്ക് ഇറങ്ങുക. ഈ 2 ഗുണം ഉണ്ടായാൽ റസൂലുള്ള പറയുന്നു മുനാഫിഖാത്തായി, കപട വിശ്വാസിയായി. ലാ യദ്ഖുൽ ജന്നത മിൻഹുന്ന, അവരിൽ നിന്നും ഒരാളും സ്വർഗത്തിൽ ഉണ്ടാവില്ല. പേടിക്കണ്ട, സ്വർഗത്തിൽ പോകുന്നു പേടിക്കണ്ട. നിങ്ങളെ വിചാരപ്പം എന്താ അറിയോ? ഒരു ദിവസത്തെ നോമ്പ് നിങ്ങളുടെ അള്ള സ്വീകരിച്ചു, 70,000 കൊല്ലത്തേക്ക് നരകത്തി ചില ആളുകൾ പറയുന്നുണ്ട്, ഇതാ ദഖല റമദാൻ ഫുത്തിഹത്ത് അബ്വാബുൽ ജന്ന, സ്വർഗത്തിന്റെ വാതിൽ ഇങ്ങനെ തുറന്ന് കിടക്കുകയായിരിക്കും റമദാൻ വന്നാലേ.
എന്നിട്ട് ചില ആൾക്കാർ ചില കള്ളുടിയന്മാരൊക്കെ മരിച്ചാൽ പെണ്ണുങ്ങൾ പറയും എന്തായാലും എന്താ കള്ളുടിയനായാലും മരിച്ചത് നോക്കണം, റമദാൻ മാസത്തിലാണ്. കാരണം അതിലിങ്ങനെ തുറന്നെടുക്കല്ലേ സ്വർഗത്തിൻ്റെ, മൂപ്പര് വല്ല വന്നതിൻ്റെ ഉള്ളിലായിട്ട് കയറുക. എന്താ പിന്നെ ധാരണ. അത് മാത്രമല്ല മൂപ്പരവിടെ മരിച്ചത് നോക്കുമ്പോൾ ഒല്യക്കത്ത് അബുവാബ് ജഹന്നം നരകത്തിൻ്റെ ഭാഗത്താണ് അടച്ചിട്ട് ചെയ്തത്. അത് സ്വർഗ്ഗമാണ് തുറന്നു കിട്ടുന്നത്. അതെ, ഓർക്കൊന്ന് കയറാനുള്ള അല്ലത് കേട്ടോ, തെരുതിക്കണ്ട. അപ്പോൾ ഒന്ന് ആലോചിച്ചാൽ ഇനി എങ്ങനെ ജീവിക്കുന്നു. നിങ്ങളെ പറ്റിയുള്ളത് എനിക്ക് ഒരുപാട് ഇവിടെ ഞാൻ കൊണ്ടുവന്നു, നിങ്ങൾ തന്നെ ആക്കിയാലൊന്നെന്ന് വിചാരിക്കുക. അല്ല, കുറച്ച് മറ്റവർക്കും വേണമല്ലോ അല്ലേ. മറ്റത് പിന്നെ നമ്മളെ ഭാര്യമാര് എന്ന് പറയുന്ന സാധനം, അതായത് പെണ്ണുങ്ങൾ, ഇനി ഇസ്ലാമിൻ്റെ ഭർത്താവിൻ്റെ കൺസെപ്റ്റ് നോക്കി നമ്മൾ ഇതിവിടെ നിൽക്കട്ടല്ലേ. ഇത് എന്താ പറയുക, ഇത് നിർത്താൻ കഴിയാത്തൊരു വിഷയമാണ്. കാരണം ജീവിതമാണല്ലോ ഏറ്റവും വലുത് അല്ലേ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഭർത്താവിലേക്ക് കിടക്കുക. ഭർത്താവ് എന്ന് പറഞ്ഞ ആള് ഭാര്യനെ കല്യാണം കഴിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ഭാര്യയെ പറ്റി ഒരു പ്രതീക്ഷ അയാൾക്ക് വേണം. എത്ര പ്രതീക്ഷിക്കാമെന്ന് പറയും, ഭാര്യൻ്റെ അടുത്ത് നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കാൻ പാടില്ല. നമ്മളെ ഭർത്താക്കന്മാരെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ആണുങ്ങൾ ഒരുപാട് പ്രതീക്ഷിക്കും. ചില ആണുങ്ങൾ പറയുന്നുണ്ട്, ഞാൻ എന്തൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് കല്യാണം കഴിച്ചത്, ആരും പറഞ്ഞിട്ടല്ലല്ലോ എനിക്ക് പ്രതീക്ഷിച്ചത്, എൻ്റെ സ്വന്തം പ്രതീക്ഷിച്ചല്ലേ അല്ലേ. സത്യത്തിൽ ഈ പെണ്ണെന്ന് പറയുന്ന സാധനം നിങ്ങൾ കേൾക്കണം, ഇത്ര ഒരു നല്ല സാധനം, ഇതൊക്കെ ഒരുപാട് ദൂഷ്യങ്ങളുണ്ടെങ്കിൽ ഇത്ര ഒരു നല്ല സാധനം, ഇതിൻ്റെ സാമീപ്യവും സാന്നിധ്യവും പൊരയിലില്ലാണ്ടെന്നാ ചില്ലറടങ്ങറല്ല അല്ലേ. ഇപ്പം പെൺകുട്ടികൾക്കൊക്കെ ഉമ്മ പുറത്തേക്കാണ്ട് പോയി നോക്കണം, 4 ദിവസത്തേക്ക് ഒരനാഥത്താണ് അല്ലേ. ഉമ്മ ഇല്ലാണ്ടാവുമ്പോൾ ആ പെണ്ണെന്ന് പറയുന്ന ഇല്ലാണ്ടാവുമ്പോണ്ടാണ് പ്രയാസം. ഭാര്യ ഇല്ലാണ്ടാവുമ്പോൾ ഭർത്താവ്, ചില ഭർത്താക്കന്മാരൊക്കെ പറയും ഭാര്യമാരോട്, ജീവാനെ പോയിക്കോ 4 ദിവസം എൻ്റെ അടുത്ത് പോയിക്കോ എന്നൊക്കെ പറഞ്ഞ് പായിപ്പിക്കും. പായിപ്പിച്ച് മൂപ്പര് ചായ ഉണ്ടാക്കും. ചായ ഉണ്ടാക്കിയാൽ അവിടെ മുഴുവനും എറുമ്പ്. ഒരു ലേശം പഞ്ചാര ടിന്നെടുത്തിട്ടുള്ളൂ, അപ്പോഴേക്ക് എറുമ്പ് പേരറിഞ്ഞ് മൂപ്പര് ഇവിടെ തുറന്നു നിന്ന്, ടിന്നു തുറന്നു നിന്ന്. നിങ്ങൾ പോയത് മൂപ്പര് എറുമ്പ് പേരറിഞ്ഞ്. അതുവരെ എറുമ്പൊന്നുമില്ലേ. നാഗല സ്ഥലത്തും അതും ഇതും ഒക്കെ ആക്കി അവസാനം വൈകുന്നേരം ആകുമ്പോഴേക്കും കുട്ടികൾക്കാണെങ്കിൽ ഒന്നും കൊടുത്തിട്ടില്ല, അജിക്ക് ഭക്ഷണം കൊടുത്തിട്ടില്ല. ഒക്കെ ഞാൻ നോക്കിക്കോളേക്ക് പൊയ്ക്കോന്ന് പറഞ്ഞ് പറഞ്ഞയച്ചതാ. 2 ദിവസമെങ്കിലും എൻ്റെ ഏട്ടങ്ങറ് ഒയ്യണം എന്നുള്ളവർക്ക്. അപ്പം അങ്ങനെ നിങ്ങൾ എന്നാ ഏതായാലും പോവുക, പോകുമ്പോൾ ഇതുവരെ കട്ടുവെച്ച് കൊണ്ടുപോവാലോ. നിങ്ങൾ വിചാരിക്കണ്ടാവും ഇതിപ്പോൾ പറഞ്ഞ് നമ്മളത് നിർത്തിയിട്ട് പിന്നെയും അത് ചിലയിടത്തൊക്കെ കൊളത്തുണ്ടാവുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പറഞ്ഞേക്കും നിങ്ങളെ, നിങ്ങൾ പോയിക്കോളി ഉണ്ട്. അങ്ങനെ നിങ്ങൾ പോയി വൈകുന്നേരം ആകുന്നതിൻ്റെ മുമ്പ് മൂപ്പര് അല്ല ആചാടെ എത്തിയില്ലേ, ആ എത്തി, 4 ദിവസം കഴിഞ്ഞിട്ട് തന്നെ വരുന്നുള്ളൂ, അപ്പം നിങ്ങൾക്ക് ഊക്ക് കൂടും. അപ്പോൾ അയാൾ വേണ്ട, കാരണം എന്താ അറിയോ, പിന്നെ കുട്ടികൾക്കൊക്കെ നാളെ സ്കൂളില്ലേ, അപ്പോൾ നിങ്ങൾ സ്കൂളിലേ നിങ്ങൾ എന്നെ പറഞ്ഞേക്കാൻ പറയില്ലല്ലോ. അങ്ങനെയൊക്കെ അങ്ങനെ ആണ്ട് നിങ്ങൾ അങ്ങോട്ട് ചാടും. കുറേ ചാടി നോക്കിയിട്ട് ഒരു അവസാനം അയാൾ ഏതായാലും ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് മഗ്‌രിബാകുമ്പോൾ വന്നിട്ട് തീരുമാനിക്കാം. എന്ത് ഒന്നുമില്ല തീരുമാനിക്കാം, നിങ്ങൾക്കറിയാം ആനായി. അപ്പോൾ നിങ്ങൾ കൊടുന്ന പെട്ടിയൊക്കെ പിന്നെ എടുത്ത് വെച്ച് സഞ്ചിയൊക്കെ പോകാറുള്ളത് അല്ലേ. കാരണം നിങ്ങളുടെ സാന്നിധ്യം എന്ന് പറയുന്നത് ഒരു പുരുഷനെ സംബന്ധിച്ചോളം മോൻ്റെ ശക്തി നിങ്ങളാണ്. അത് നല്ല പെണ്ണൊരു പുരുഷന്റെ ഭയങ്കര ശക്തിയാണ്. ചീത്ത പെണ്ണിന്റെ കാര്യം നമ്മളിപ്പോൾ കുറച്ച് പറഞ്ഞ് ഇനിയും അതിലേക്ക് പോട്ടല്ലോ അല്ലേ. അപ്പോൾ വളരെ മോശപ്പെട്ട പെണ്ണല്ല ഇത്, കുപ്പിക്കൊത്ത മൂടിയേ കിട്ടുള്ളൂ കേട്ടോ. ഞാൻ എത്ര മോശമാണോ അത്ര മോശമായിരിക്കും എൻ്റെ ഭാര്യയും, എൻ്റെ ഭാര്യ എത്ര മോശമാണോ അത്ര മോശമായിരിക്കും ഞാനും. അങ്ങനെ ഇത് കുപ്പിക്കൊത്ത മൂടിയാവുള്ളൂ, അല്ലാണ്ട് ഒരു ഭാഗം മാത്രം ക്ലാരിറ്റി ഒന്നും വരില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ ആഗ്രഹിച്ചത് എന്താ, ഒരു ദീനുള്ള പുരുഷനാണോ, അള്ളാനെ ഭയപ്പെടുന്ന ഒരാളാണോ, ഭാര്യ നല്ല സ്നേഹിക്കുന്ന ഒരാളാണോ? അതൊന്നല്ല നിങ്ങൾ ആഗ്രഹിച്ചത്. നിങ്ങൾ ആഗ്രഹിച്ചത് ഒരു അടിപൊളി ചെത്ത് പയ്യൻ. ചെറുപ്പക്കാരൊക്കെ പറഞ്ഞത് ഇങ്ങനെ കണ്ടാലുണ്ടല്ലോ, കണ്ടാലൊന്നുമില്ല, കണ്ടാ കയ്യുമല്ലോ, അത്രേ ഉള്ളൂ കേട്ടോ. വെറുതെ പറയാ, ഇത് മാറ്റിയെ കൊണ്ടുനടക്കുമ്പോൾ നമുക്ക് തോന്നും നല്ല ഒക്കെ ഒരേ മാതിരി കേട്ടോ. അതും മെയ്ഡ് ഇൻ ജയ്പാനാണ്, നേരത്തെ പറഞ്ഞ മാതിരി തന്നെ. നമ്മൾ വിചാരിക്കും വൈറ്റാണ്, എന്താണ് സ്മോൾ ബേബിയോ, എന്ത് ബേബിയാണ്, അങ്ങനെ പല ബേബി ഉണ്ടല്ലോ, സ്ലിം ബേബി, ബ്യൂട്ടി ബേബി, വൈറ്റ് സ്ലോയും, പല സാധനം ഉണ്ട് ഇതിൽ. ഈ കുട്ടികളുടെ ഇടയിൽ സൂപ്പർ സ്കിന്ന്, വൈറ്റ് സ്കിന്ന്, ഡ്രൈ സ്കിന്ന്, പല സ്കിന്നും ഉണ്ട്. അപ്പോൾ ഏതാവട്ടെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെയാണ് നമ്മളെ വലിയ ശ്രദ്ധ ഉണ്ടാവില്ല, നമുക്ക് ഇതൊന്നും ഉണ്ടാ തോന്നില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക ഇതൊന്നും കാര്യമില്ല.
അയാൾ വെളുത്തിട്ടില്ലേ ഉള്ളു ലേശം വെളുത്തിട്ടിയാൽ മതി, ഉള്ളു കറുത്ത് പോയല്ലോ എന്നും പറഞ്ഞാൽ വിളിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് വേണ്ടത് ഉള്ളിലെ വെളുപ്പും പുറത്തേക്ക് കറുത്താലും ഉണ്ടായാലും വേണ്ട കേട്ടോ. അപ്പോൾ ഏതാട്ടെ, നല്ല ഭർത്താക്കന്മാർ ഭാര്യമാരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത് കുറവാണ്. എന്താ കാരണം അറിയോ? ഒരു പുരുഷനോട് അല്ലാഹ് പറഞ്ഞു, ലാ യഫ്റുഖ് മുഅ്മിൻ മുഅ്മിനത്തൻ, ഒരു വിശ്വാസിനിയായ തൻ്റെ ഭാര്യയെ ഒരു നിമിഷം പോലും നീ വെറുക്കരുത്, വെറുത്ത് സംസാരിക്കരുത്. അത് വളരെയധികം ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യവുമാണ്, നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്. എന്ത് സാധാരണ നമ്മളുടെ സ്ത്രീകൾക്ക് ഉള്ള ഒരു ഏർപ്പാടെന്താ വെച്ചാൽ, എപ്പോഴും ഇങ്ങനെ വെറുത്തും മറ്റുമൊക്കെ ആക്കി പറയും, ഉള്ളിൽ അതൊന്നും ഉണ്ടാവില്ല, നല്ല സ്നേഹമൊക്കെ ഉണ്ടാവും. പെണ്ണ് പറഞ്ഞ മാതിരി ഒന്നും ആയിരിക്കില്ല പുറത്തേക്ക് ഉണ്ടാവുക. അതുകൊണ്ട് നീ ഓളെ വെറുക്കരുത്. എന്നിട്ട് നബി പറയാം, ഇൻ കരിഹ ഹുൽക്കൻ, ഒരു സ്വഭാവം നീ അവളത് വെറുക്കുന്നുണ്ടെങ്കിൽ റലിയ ഹുൽക്കൻ ആഹറ, വേറെ പല സ്വഭാവങ്ങളും നിനക്ക് തൃപ്തിയുള്ളത് ഉണ്ടാവും. ആ തൃപ്തിയുള്ളതിനെ നീ പാർവതീകരിക്കുക. അങ്ങനെ തൃപ്തി ഇല്ലാത്തോളെ സ്വഭാവം ഉണ്ടല്ലോ, അതിന് നീ മൂടിക്കളയണം. ആ തിന്മകൾ പാർവതീകരിക്കാതിരിക്കണം. പെണ്ണിന്റെ തിന്മകൾ ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ അതിലിങ്ങനെ ആ തിന്മയിൽ ഇങ്ങനെ ശ്രദ്ധയൂന്നി ഇങ്ങനെ നടക്കുക, എന്നിട്ട് അത് വിളിച്ച് പറയാ. അപ്പൊ വിളിച്ച് പറയുമ്പോൾ നഷ്ടപ്പെടുന്ന എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ആത്മാഭിമാനവും നിങ്ങളുടെ ഓജസ്സുമാണ്. നിങ്ങൾ ആത്മാഭിമാനവും ഓജസ്സും ഒക്കെ നഷ്ടപ്പെടുത്തിയത് നിങ്ങളുടെ ന്യൂനതകൾ ഇയാൾ കണ്ടുപിടിച്ചിട്ട് അതിങ്ങനെ വിളിച്ചു വരാൻ തുടങ്ങിയ. അങ്ങനല്ലേ, എൻ്റെ വാപ്പ അങ്ങനല്ലേ, എൻ്റെ അമ്മ അങ്ങനല്ലേ, എന്തിനു പറ്റും, കുടിക്കിയതല്ലേ, ഞാൻ കുടുങ്ങിപ്പോയതല്ലേ. സത്യത്തിൽ ഇയാളെ നിങ്ങൾ കൊടുക്കാൻ വേണ്ടി ചെലന്തി വല കെട്ടിയാൽ കെട്ടിയൊന്നല്ല. ഇയാൾക്ക് അന്ന് ഏത് പെണ്ണായാലും മതി. അന്ന് പെണ്ണ് കെട്ടി, ഇതിനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് മതിയായി. അപ്പൊ അയാൾ അമ്മന് ഒളവാപ്പന് നാട്ടുകാരി ബ്രോക്കറിനൊക്കെ വയ്യാലെ പയ്യ അടിക്കുക. ചില കല്യാണമൊക്കെ ബ്രോക്കർമാരുണ്ടാക്കുക. അയാളെ മോന്തന്റെ ഷേപ്പ് ഞാൻ മാറ്റുന്നുണ്ട്. എന്ത് മാറ്റാനാ, ഒരു കാര്യമില്ല. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ ആലോചന വരുന്നുണ്ടാവും ഞാൻ ഈ പറഞ്ഞ വർത്താനൊക്കെ. ഇങ്ങനൊക്കെ പറയുമ്പോൾ നഷ്ടപ്പെടുന്നത് നിങ്ങൾ ആത്മാഭിമാനമാണ്. ആത്മാഭിമാനങ്ങൾ നഷ്ടപ്പെട്ടാൽ പിന്നെ നിങ്ങൾ ചൂല് പോലെ പോകും. പിന്നെ നിങ്ങൾ കേട്ട് കേട്ട് തയമ്പിച്ച് പിന്നെ നിങ്ങൾക്ക് എന്തുണ്ടാവും, എന്നാ അവിടുന്ന് പറയും, ആയിക്കോട്ടെ ഞാൻ അങ്ങനെ തന്നെ, നന്നാവൂല, പിന്നെ നന്നാണ്ടാവും. അത് കാരണക്കാരനാരാണ്? രണ്ടുപേരും മനുഷ്യരാണ് എന്ന കാര്യം ഭർത്താവ് അറിയണം. ഒരു ഭാര്യ എന്ന് പറഞ്ഞ ആള് നമ്മൾ അടിമയൊന്നല്ല, മൃഗവുമല്ല, അവളൊരു മനുഷ്യ സ്ത്രീയാണെന്ന് പുരുഷൻ അറിയണം കേട്ടോ. വളരെ പ്രധാനമായിട്ട് അറിയേണ്ട കാര്യം അതാണ്. അതുപോലെ തന്നെ പടച്ചോൻ നമ്മളോട് പറഞ്ഞു, കോടിക്കണക്കിന് തെറ്റൊക്കെ ചെയ്തിട്ട് അല്ലയോ മനുഷ്യ ഞാൻ നിനക്ക് പുറത്തു തന്നില്ലേ, അലാ തുഹിബ്ബൂനാനി യഗ്ഫിറല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? എങ്കിൽ വളരെ ചെറിയ ചെറിയ രണ്ടു തെറ്റുകൾ ഉണ്ടായിട്ട് ആ തെറ്റും പൊക്കി പിടിച്ച് നടക്കല്ല. അനക്ക് അള്ളാഹു പുറത്തു തന്നില്ലേ കോടിക്കണക്കിനുള്ള തെറ്റ്? ഇപ്പോഴും നീ ചെയ്തിട്ടില്ലേ ഒരുപാട് തെറ്റുകൾ? അതൊക്കെ അള്ളാഹു നിനക്ക് പുറത്തു തന്നില്ലേ? എൻ്റെ ഭാര്യയുടെ ഭാഗത്ത് നിന്ന് വന്ന ഒരു നിസ്സാരമായ ഏതെങ്കിലും ഒന്നോ രണ്ടോ കാര്യങ്ങൾ വരുമ്പോഴേക്കും, എന്തെങ്കിലും വാക്കുകൾ വരുമ്പോഴേക്കും അത് പാർവതീകരിച്ച് അത് വലുതാക്കി അത് ഏത് സമയത്തും ഓളോട് എടുത്തു പറഞ്ഞ് ഓള ആത്മാഭിമാനം നഷ്ടപ്പെടുത്തി ഓളെ ഒന്നിനും കൊള്ളരുതാത്തവളായി ചിത്രീകരിച്ച് കുടുംബങ്ങളുടെ മുമ്പിലൊക്കെ ചിലരങ്ങനെ അറിയാം, പഠിക്കും നിന്റെ പെങ്ങളെ കണ്ടുപിടിക്കുക. അപ്പോൾ നിങ്ങൾ പഠിക്കുക, നിങ്ങളെ പെങ്ങളെ കണ്ട് നിങ്ങൾ പഠിക്കുക, ഞാൻ പഠിക്കുക. ഏതെങ്കിലും ഒരു പെണ്ണ് ഓൻ്റെ പെങ്ങളെടുത്ത് പോയി പഠിക്കാൻ പോകും. എന്താ ഹിളിർ നബിയാ? ഹിളിർ നബി യൂസുഫ് നബി മൂസാ നബിയും കൂടി പരസ്പരം പഠിക്കാൻ വേണ്ടി പോയി. ഇവന്റെ പെങ്ങളെന്താ ഹിളിർ നബിയാ? അതൊന്നും പറയരുത്. നിന്റെ പെങ്ങളെ കണ്ടുപിടിക്കും, അതിന് പകരം നീ ഖുർആനും ഹദീസും നോക്കി പഠിക്കുന്ന പറയണ്ടത് കേട്ടോ നിങ്ങളോട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് പറയാ? നമുക്ക് കണ്ടാ കുടിക്കുക ഖുർആനും ഹദീസും ആയിക്കോട്ടെ എടുത്തപ്പോഴോ ആദ്യം ഖുർആൻ പറയുന്നു, കുല്ലിൽ മുഅ്മിനീന യഗുള്ളൂ മിൻ അബ്സാരിഹിം, അന്യ പെണ്ണുങ്ങളെ നിങ്ങൾ നോക്കരുത് വിശ്വാസികളെ, ആണുങ്ങളോട്. അപ്പോൾ നിങ്ങൾ നോക്കല്ലേ ഉണ്ടല്ലോ. കുല്ലിൽ മൂമിനാത്തുകളായ പെണ്ണുങ്ങളോട് പറഞ്ഞേക്ക് യഗ്ളുൽന മിൻ അബ്സാരിഹിം, ആ കണ്ണുകൾ താഴ്ത്തണം അല്ലേ. എന്നിട്ടല്ല രണ്ടാമല്ല നിങ്ങൾ പറഞ്ഞ്. അപ്പൊ ആദ്യം പറഞ്ഞ പുരുഷനോടല്ലേ അരണ്ടേ? അത് ഇയാൾ അറിയില്ല. ഇയാളിപ്പോ നിങ്ങൾ പുരയില്ലാത്ത സമയത്താണെങ്കിൽ എല്ലാ ആളുകളും ലോയും കൂടും. നിങ്ങൾ പുരയുണ്ടെങ്കിൽ മൂപ്പര് മുത്തക്കുമാവും. അങ്ങനെ ആവുമ്പോൾ പ്രയാസമാവും അല്ലെ. അങ്ങനെയൊക്കെ പല കാരണങ്ങളുണ്ട്. ഇത്തരം ഒരുപാട് പോരായ്മകളും കുറ്റങ്ങളും ഒക്കെ അയാൾക്ക് ഉണ്ടാവുമ്പോഴാണ് നിങ്ങൾ എന്താക്കുന്നത്, എന്നാ പിന്നെ ഞാനൊന്ന് കാണിച്ചു തരാം, എനിക്കും അറിയാം ഇതിനൊക്കെ എന്നിട്ട് നിങ്ങൾ ഇറങ്ങുന്നത്, അതോട്ട് നിങ്ങളെ സ്വർഗം പോയി പോകും. അവിടെയാണ് സൂക്ഷിക്കേണ്ടത്. അയാൾക്ക് സ്വർഗം പോകണോ വേണ്ടേ എന്നുള്ളത് അയാൾക്ക് കൂടി തീരുമാനിക്കണം വേണ്ടേ. അപ്പൊ അയാളോടാണ് നമുക്ക് പറയാനുള്ളത്, എന്ത് നിങ്ങൾ
ഒരു കാരണവശാലും ഭാര്യയെ വെറുക്കരുത്. ഭാര്യയുടെ ഭാഗത്ത് നിന്ന് വരുന്ന ഏത് തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ കുറെ കൂടിയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, അടുത്തറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് മാപ്പ് കൊടുക്കണം കേട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ പ്രസംഗം ഭർത്താക്കന്മാരോടുള്ളതായിരുന്നു. നബി പറഞ്ഞു, നബി പിന്നെ പ്രസംഗിച്ചിട്ടില്ല, നബിയുടെ അവസാനം മരണത്തിന് തൊട്ടു മുമ്പുണ്ടായിരുന്ന പ്രസംഗം, അലാ വസ്തൗസു ബിന്നിസായി ഖൈറ, അറിയണം കൂട്ടരെ, ഭാര്യമാരോട് നന്നായി പെരുമാറിനെ ഞാൻ വസിയത്ത് ചെയ്യുന്നു. റസൂലുള്ളാഹി വിളിച്ചു പറയാം, ഞാൻ വസിയത്ത് ചെയ്യുന്നു പുരുഷന്മാരോട് ഭാര്യമാരോട് നന്നായി പെരുമാറാൻ. ഖിയാറുക്കും ലിനിസായിക്കും, നിങ്ങളിൽ ഉത്തമൻ ഭാര്യമാരോട് നന്നായി പെരുമാറണല്ല. നാട്ടുകാരോടൊക്കെ നമുക്ക് ഒരുപാട് നന്നായി പെരുമാറാൻ കഴിയും അല്ലേ? നിങ്ങളെ ഭർത്താവ് ചിലപ്പം വേറുള്ള ആണുങ്ങളോടൊക്കെ വർത്താനം പറഞ്ഞേട്ടാ നിങ്ങൾ വിചാരിക്കുന്നത് ഇത് മൂപ്പര് വേണോ അല്ലേ? ഹലോ ഹലോ അല്ലെ? പിന്നെ അതുപോലെ അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം, ഇരിക്കൂ, പിന്നെ എന്തൊക്കെയുണ്ട് അല്ലെ? വളരെ മാന്യനായിട്ട് മൂപ്പരായിട്ട് പോയ രസം അന്നെ ഞാൻ കാണിച്ചു തരാം. അപ്പോഴോ ഇത് രണ്ടും കൂടി കൂട്ടി വയ്ക്കാൻ പറ്റില്ല. പറ്റുമോ? ഈ കാസറ്റുകൾ വാങ്ങണേ, കാര്യമുണ്ട് കേക്ക്. ഞാൻ ആദ്യം വാങ്ങണ്ട അറിയാൻ കാരണം നിങ്ങൾ താരക്കൊണ്ടാ. അപ്പൊ അവസാനം എത്തുമ്പോ മൂപ്പർക്ക് മനസ്സിലാവും ഇതിലൊക്കെ കാരണക്കാരിൽ കുറച്ചൊരു പങ്ക് മൂപ്പർക്ക് ഉണ്ടെന്നേ. ആ ചിലവർക്ക് വസ്ത്രമൊക്കെ വാങ്ങിക്കൊടുക്കും, ആണുങ്ങൾ തന്നെ വാങ്ങിക്കൊടുക്കുക. ബാക്കിൽ ജനാല പോലെ പല ജാതി ഇപ്പത കണ്ടില്ലേ ചുരിദാറൊക്കെ ഇവിടെ എത്തിക്കുന്നത്. ഇനി എനിക്ക് അറിഞ്ഞൂടത് എന്താ ആകുക. സത്യം പറയാ, രണ്ട് കണ്ടം പോലെ അയക്കുന്നത് ഇവിടെ എത്തിക്കുന്നത്. എന്താണ് ഈ കുപ്പത്തിന്റെ? ഇനിയിപ്പോ ഒന്നും ഇടന്നോട്ടല്ല ഇപ്പൊ ഉണ്ടാകുന്നത്. ഒരു 10-15 കൊല്ലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ ഹയാത്തിലുണ്ടെങ്കിൽ കണ്ടറിയേണ്ടി വരും. എല്ലാം അപകടത്തിലേക്കാണ് നീങ്ങുന്നത്. കാരണം പുരുഷന്മാരല്ലേ. എന്റെ ഭാര്യ ഇടണ്ട കത്തിച്ച് കാണണം മജാതി വസ്ത്രമൊക്കെ പെണ്ണ്. ഇന്ന് പോയിട്ട് നിങ്ങൾ വസ്ത്രം കത്തിക്കണം. ഇന്ന് കത്തിക്കൽ വാരാണ് കേട്ടോ. ഇസ്ലാമികമല്ലാത്ത എല്ലാ വസ്ത്രവും കത്തിച്ച് കളയാ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒന്നും ഇടാണ്ടാവില്ല അല്ലേ? അപ്പൊ ഓരോന്നോരോ കത്തിച്ച് തീർത്തോളി, പുതിയത് നന്നായി അടുപ്പിച്ചോളി. ഇപ്പൊ പെരുന്നാളല്ലേ വരുന്നത്, നല്ല ഇസ്ലാമിക വേഷത്തിൽ അടുപ്പിച്ചോളി കേട്ടോ. മാറില് ഇങ്ങനെ ഗ്രൗണ്ട് കളിക്കാൻ ഒരു പന്ത് കളിക്കാനുള്ള ഗ്രൗണ്ട് ഉണ്ടാക്കിയേക്കണ്ട കേട്ടോ. ഇഞ്ചൊക്കെ മാതിരിയുള്ള ഈ ഇങ്ങനെ കഴുത്തിനോട് അടുപ്പിച്ചാണ്ട് വന്നോട്ടെ കേട്ടോ. അപ്പൊ ചിലരെന്താ പറയാ, അല്ലോ അമ്മാമന്റെ മാതിരി ഉണ്ടാവും. ആർക്ക് അമ്മാമല്ലാണ്ട് കാണണ്ടവനക്കല്ലേ? നാട്ടുകാർക്ക് കാണിക്കാനാണെങ്കിൽ പറഞ്ഞാൽ ഇട്ടോ. ഹോട്ടലിൽ പലഹാരം വെച്ചായിരിയ പെണ്ണുങ്ങള്, ഹോട്ടലിൽ പലഹാരം വെച്ച അകത്താണോ പലഹാരം? അതെ. പുറത്തേക്ക് കാണുമോ? ആ കാണൂ. അങ്ങനെയാണ് കേട്ടോ. അതുകൊണ്ട് നല്ലോണം സൂക്ഷിച്ചോളി, കുറെ കൂടി ശ്രദ്ധിക്കുക. കുറെ കാരണക്കാർ അവരാണ് എന്ന് ഞാൻ പറയുന്നു. അപ്പൊ അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ ഭാര്യമാരോട് നന്നായി പെരുമാറണം, ഉത്തമൻ ഭാര്യമാരോട് നന്നായി പെരുമാറുന്നവനാണ്. എന്നിട്ട് റസൂലുള്ളാഹി ഭർത്താക്കന്മാരോട് ഉപദേശിക്കുകയാണ് അവസാനത്തെ പ്രസംഗത്തിൽ, ഫൈന്നമാഹുന്ന അവാനും നിന്ദക്കും, അവർ നിങ്ങളുടെ അടുത്ത് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചൊരു മുതലാട്ടോ. ഭാര്യ എന്ന് പറഞ്ഞത് ഭർത്താക്കന്മാരുടെ മുമ്പിൽ അള്ളാഹ് സൂക്ഷിക്കാൻ കൊടുത്തൊരു മുതലാണ്. അത് കേടുപാട് കൂടാണ്ട് അവിടെ തിരിച്ചേൽപ്പിക്കേണ്ട ബാധ്യത ഭർത്താക്കന്മാർക്കുള്ളതാണ്. അങ്ങനെ ഭാര്യമാരെ കേടുകൂടാണ്ട് ഭാര്യമാരെ നെഞ്ഞത്തും പുറത്തുമൊക്കെ പഠിച്ചും കുത്തിയും ചവിട്ടിയും ഓള് ബാത്റൂമിൽ ഒളിച്ചാ പടിയിട്ട് പുറത്ത് കാത്തിട്ട് 5 കെട്ട് ഇറങ്ങ്. ഇന്ന് അന്നൊരു പാഠം പഠിപ്പിച്ചിട്ട് അടങ്ങുമെന്ന് പറഞ്ഞ ആദ്യം ആണുങ്ങളാ അല്ലേ? ചിലരുടെ മുഖത്ത് ഇങ്ങനെ അടി കൊണ്ടിട്ട് ബാത്റൂമിൽ പായണ കാടുന്നു. അതിലൊരാൾ ഞാൻ തന്നെ ഉള്ളത്. അപ്പോ അത്രയും പ്രയാസം. അപ്പൊ അങ്ങനെ ഒരു പ്രയാസം ഉണ്ടാക്കാൻ പാടില്ല. അവർ നിങ്ങളുടെ അടുത്തൊരു സൂക്ഷിക്കാൻ ഏൽപ്പിച്ച മുതലാണ്. ലൈസ തംലിക്കുന മിൻഹുന്ന ശൈഅൻ ഗൈറ ദാലിക, അതല്ലാത്ത അധികാരങ്ങളൊന്നും ഭർത്താവിന് ഭാര്യമാരുടെ മേലില്ല. ഒരു സൂക്ഷിക്കാൻ ഏൽപ്പിച്ച മുതലാണ് ഭാര്യ. ഇത് ഭർത്താവ് അറിയണില്ല. ഇത് വലിയൊരു പ്രശ്നമാണ്. അപ്പൊ ഇനി നിങ്ങൾ ഇതൊക്കെ ബെല്ല തുടങ്ങിയാമായിട്ടോ. ഇന്ന് തന്നെ പോയിട്ട് ഞങ്ങളടുത്ത് സൂക്ഷിക്കാൻ ഏൽപ്പിച്ച മുതലാണ് പരലോകത്തേക്ക് ഇത് കേടുകൂടാതെ കൊടിച്ചല്ലോന്റെ ബാധ്യത ഗൾദാന്ന് പറഞ്ഞിട്ട് തുടക്കണ്ട. ഇനി അതൊരു കച്ചറാവില്ലേ കേട്ടോ. അപ്പോ അള്ളാഹു റസൂൽ പറഞ്ഞാതാ, ഇനി ഇല്ലായി എഴുത്തിനബി ഫാഹിഷത്തി മുബയ്യിന, വ്യക്തമായ കളവ് പോലെയുള്ള നികൃഷ്ടമായ പ്രവർത്തനങ്ങൾ ചെയ്താലൊഴികെ, ഫൈൻ ഫാൽന, അങ്ങനെ പ്രവർത്തിച്ചാലോ, ഫഹ്ജുറുഹുന്ന ഫിൽ മലാജി, കിടപ്പുമുറിയിൽ നിന്ന് മാറിക്കിടന്നോളി, വദരിബൂഹുന്ന ലർബൻ, ഒരു വയറ മുബരിജിൻ, മുറിവ് പറ്റാത്ത വിധം അടിച്ചോളി. അങ്ങനെ
റസൂൽ പറയാ അവസാനത്തെ പ്രസംഗത്തിലെ മുറിവ് പറ്റാത്ത വിധം അവർക്ക് ഒരാപത്ത് പറ്റാത്ത വിധം നിങ്ങൾ അവരെ അടിച്ചോളി. ഫൈൻ അത്തതിനക്കും ഫലാ തബു അലൈഹിന്ന സബീല. ഇങ്ങോട്ടൊക്കെ അനുസരിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ ഓലയിട്ട് വലിയ കുഴപ്പത്തിലൊന്നും പോകരുത്. പിന്നെ അന്ന് അങ്ങനെ രീതിയിൽ അന്ന് ഞാൻ എനിക്ക് മാപ്പന്നില്ലേ, ജയ് ചെയ്തിട്ട് മാപ്പന്നില്ലേ, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കരുത് കേട്ടാ. പിന്നെ എന്നിട്ട് റസൂൽ പറയാൻ അലാ ഇന്നലക്കും അലാ നിസായിക്കും ഹക്കാവലി നിസായിക്കും ഹക്കൻ. നിങ്ങൾക്ക് ഭാര്യമാരോടും ഭാര്യമാർക്ക് ഭർത്താക്കന്മാരോടും ചില ബാധ്യതകളുണ്ട്. ഫഹഖുക്കും അലൈഹിന്ന അല്ലാ യൂതീന ഫുറൂശക്കും മൻ തക്റഹൂൻ. ഭർത്താവ് ഇഷ്ടപ്പെടാത്ത ആളുകൾക്ക് വീട്ടിൽ പ്രവേശനം, അവരുടെ വിരിപ്പിൽ പ്രവേശനം ഇല്ലാണ്ടാകുക, അവരുടെ വിരിപ്പിൽ ഇരിക്കാനുള്ള അവസരം ഇല്ലാണ്ടാകുക, അവരുടെ വീട്ടിലേക്ക് കയറ്റാണ്ടെക്കുക. ഭർത്താവ് ഇഷ്ടപ്പെടാത്ത ആളുകളെ കയറ്റാൻ പറ്റില്ല. പക്ഷെ ഭർത്താവ് ഇഷ്ടപ്പെടാത്തതിന് കാരണം ധാർമ്മികമായിരിക്കും കേട്ടോ. ചില ഭർത്താക്കന്മാർ എൻ്റെ ബാപ്പ ഇവിടെ കയറാൻ പാടില്ല, എൻ്റെ ആങ്ങൾ ഇവിടെ കയറാൻ പാടില്ല, എൻ്റെ അൻസത്തി ഇവിടെ വരാൻ പാടില്ല, എൻ്റെ ഏർത്തി ഇവിടെ വരാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും ധാർമ്മികമായ കാരണങ്ങളായിക്കൊള്ളുന്നില്ല. അതിനെന്തെങ്കിലും കാരണം ഉണ്ടാവും. എന്താണ്? നമ്മൾ അങ്ങോട്ട് ഓളെ മോള് പെറ്റപ്പളെ ഒരു പവന്റെ ചെയിന കൊടുത്ത്, എൻ്റെ മോള് പ്രസവിച്ചപ്പോ ഇത് അത്തര പണിത്തൂക്കുണ്ട്, ഇനി ഇങ്ങോട്ട് കയറ്റത്തോളെ. അതാ കാരണം. അല്ലെങ്കിൽ കുടിയിരിക്കലിന് കട്ടിലെടുത്ത്, അലമാരി കൊടുത്ത്, ചെമ്പ് കൊടുത്ത്, എന്നിട്ട് എന്തേ തന്നത്? എൻ്റെ അൻസത്തി കള്ളത്തി. ഇത് അൻസത്തിന്റെ അതിന്റെ അജത്തി അല്ല കേട്ടോ, കള്ളത്തി എന്നുള്ള പേരല്ല. അപ്പൊ ഇങ്ങനെ ഒരുപാട് നൂലാമാലകള് ഇതിന്റെ അകത്ത് വേറെയുണ്ട് അല്ലേ. ഇതൊക്കെ അനുഭവിച്ചിട്ട് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ അവിടെ ഖുർആൻ ക്ലാസ് ഉണ്ടോ വെച്ചിട്ട്, അതായത് ഇതിന്റെ ഇടയിലുള്ളൊരു വിഷയ. അല്ലേ നിങ്ങൾ സുഖത്തിനാടേക്കിട്ട് വരില്ലകള്. നിങ്ങൾക്ക് ലേസർ അടങ്ങറുണ്ടാവുമ്പോൾ എന്നാ പോയി വെക്ക ഖുർആൻ, അതിലത് സമാധാനപ്പുള്ളത് ആകെ. അതുകൊണ്ടപ്പ അള്ളാഹ് നിങ്ങൾക്ക് വേണ്ടി വന്നത്. ലേശ നിങ്ങൾക്ക് മൂപ്പര് നല്ലോം പോരാണെങ്കിൽ ഒറ്റ പെണ്ണും കിട്ടില്ല. പെണ്ണിങ്ങനെ ഡെങ്കിരി ഡിങ്കാലേന്ന് പറഞ്ഞ് നടക്കും. പിന്നെ അത് മാത്രമല്ല, എനിക്കുള്ളതല്ല നിങ്ങൾക്കുള്ളതല്ലേ, എല്ലാം അല്ലേ എന്ന് പറഞ്ഞ് പാട്ടും പാടി അയാൾ നടക്കും. ഇതിനൊന്നും കിട്ടൂല. ഇതിപ്പോ ഏത് പ്രായമുള്ള അവിടെ വന്ന് നിങ്ങൾ നോക്കേണ്ടി ഒക്കെ ഇതിന്റെ പീരീഡ് ടൈം കഴിഞ്ഞതാ, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാ. അധികവും ഡേറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഒറ്റൊന്നും ഇല്ല. അത് കണ്ടുകൊണ്ടിട്ടുണ്ടാവും. അത് ഉമ്മന്റെ കൂടെ ഇങ്ങനെ ബാൽബലൊട്ടി വന്നതാ, വരണ്ട വെച്ചിട്ട്. പിന്നെ അങ്ങനത്തെ ഉണ്ടാവും കണ്ടുകൊണ്ടണം. അത് പിന്നെ എന്തായാലും പോവുക. ഞാൻ പിന്നെ അവിടെ കേൾക്കുന്നല്ലേ ഇന്നൊക്കെ കേട്ടാ എനിക്കത് കേൾക്കലല്ലേ പണി. ഇത് ആ ജാതി ഉണ്ടാകുക ചോദിച്ചു നോക്കേണ്ടി. പിന്നെ എൻ്റെ അത് കുറച്ച് കേൾക്കും. എന്താ കാരണം എന്തെങ്കിലുമൊക്കെ വിറ്റിട്ടുച്ചിട്ടേ എന്തേ ഭർത്താവൻ പറയുമ്പോ ഞാനതുകൊണ്ട് അങ്ങനെ സംസാരിക്കുന്നത്. മറ്റോലും കൂടി ഇത് കെണിയിൽ കൊടുത്താൻ പറ്റുന്ന ഒരു സാധനത്തേ ഉള്ളൂ, വേറെ മരുന്നൊന്നുമില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഏതായിരുന്നാലും ഭർത്താക്കന്മാർക്ക് ഭാര്യമാരോടും ഭാര്യമാർക്ക് ഭർത്താക്കന്മാരോടും ഒരുപാട് കാര്യങ്ങളുണ്ട്, പരസ്പരമുള്ള കാര്യങ്ങൾ. ഒലാ എഴുതന്ന ഫി ബുയൂത്തിക്കും ലിമൻ തക്റഹൂൻ. അദ്ദേഹത്തിന് വെറുപ്പുള്ള ആളുകളെ വീട്ടിൻ്റെ അകത്ത് കടത്താൻ പാടില്ല. അല വഹഖുഹുന്ന അലൈക്കും. നിങ്ങൾക്ക് ഭാര്യമാരോടുള്ള ബാധ്യതയോ അൻ തൂസിനു ഇലൈഹിന്ന. ആദ്യം നബി പറഞ്ഞ് നന്നായി പെരുമാറിയാൽ മതി. അതാ ഒരു പെണ്ണ് വേണ്ടത്. ഭർത്താവ് നന്നായി പെരുമാറുക. അതിലും നല്ലൊരു ഗുണമുള്ളൊരു ഏർപ്പാട് ഒരു ഭാര്യ ആഗ്രഹിക്കില്ല. മറ്റൊക്കെ ഇങ്ങനെ ഷോപ്പിംഗ് നോക്കും, കാറിലും അതൊക്കെ ഒരു പുറപ്പൂച്ചി സാധന. ഇയാള് കാറിൽ കയറ്റിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് അടിക്കുകയാണെങ്കിലോ കേറുകള് കേറ് ഡോർ അയാൾ തുറന്നതാ കേൾക്കും, കേറോ ഇല്ല. അപ്പൊ അയാൾ നന്നായി പെരുമാറണം. വേണ്ടേ? കാറ് കയറ്റി ഉടനെ തന്നെ അയാൾ നിങ്ങളമ്മനെയും ബാപ്പയും നിങ്ങൾ കുറെ ചീത്ത അറിയാനാ കേട്ടിട്ട് നിങ്ങൾ പോയിക്കോളി, ഞാൻ ആ കാറിലില്ല, ഞാൻ നടന്ന് വന്നോളാം പറയില്ലേ. അപ്പൊ ഏറ്റവും നല്ലത് ഇപ്പൊ എന്താ? തൂസിനുമില്ല. നമ്മൾ കാറും കോപ്പും ഒന്നല്ല വേണ്ടത് കേട്ടോ. അല്ലാ ഒരുപാട് സമയമായി അല്ലേ. അതായത് നന്നായി പെരുമാറണം ഭർത്താക്കന്മാര്. ഏതെല്ലാം വിഷയങ്ങളിൽ നന്നായി പെരുമാറണം? ഫീ കിസ്വത്തിഹിന്ന വ തആമിന്ന. നല്ല ഭക്ഷണം മോൾക്ക് കൊടുക്കണം, നല്ല വസ്ത്രം കൊടുക്കണം. ഇതൊക്കെ ഭർത്താക്കന്മാരുടെ ബാധ്യത കേട്ടോ. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച മുതലിനോട് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ച കാര്യങ്ങളാണ്. ഇനി നമുക്ക് ഇതൊക്കെ പടച്ചോനാണല്ലോ തരണ്ട് അല്ലേ. നമ്മൾ ഒരുപാട് പാളിപ്പോയിട്ടുണ്ടാവും, ഇന്നലകളിൽ ഒരുപാട് തെറ്റൊക്കെ വന്നു പോയിട്ടുണ്ടാവും. കാരണം നമ്മൾ ചിന്താധാരകളൊക്കെ ഇവിടെ എത്താൻ കുറെ താമസത്തുണ്ട് അല്ലേ. അങ്ങനൊക്കെ ഉണ്ടാവാം. എന്നിരുന്നാലും ഭർത്താക്കന്മാർക്കെതിരിൽ നിങ്ങൾ ചിന്തിക്കരുത്, പറയരുത്. എപ്പോഴും അവരുടെ മനസ്സ് ഇസ്ലാമിനോട് അടുക്കാനും അള്ളാഹിനോട് അടുക്കാനും പ്രാർത്ഥിക്കുക. അപ്പം തനിയെ നിങ്ങളോടുള്ള പെരുമാറ്റം നന്നാവും.
സത്യത്തിൽ അള്ളാഹുമായുള്ള അടുപ്പക്കുറവാണ് മെയിൻ കാരണം. ഞാൻ നിങ്ങളെ ഭർത്താക്കന്മാർ അള്ളാഹുമായിട്ട് അടുക്കുന്നില്ല, നിസ്കരിക്കൽ നോമ്പ് വിൽക്കുന്ന, അള്ളാഹ് നിസ്കരിക്കൽ നോമ്പ് വിൽക്കുന്നതിനൊക്കെ അതൊക്കെ അള്ളാഹുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ സാധിക്കുന്ന ഭർത്താക്കന്മാരായിരിക്കണം. അതാണ് അള്ളാഹുമായിട്ടുള്ള അടുപ്പം. ഒരാൾ നിസ്കരിക്കാൻ നമ്മൾ പറയില്ല നിസ്കാരം അങ്ങോട്ട് കഴിച്ചാണ്, അങ്ങനെയല്ല. നിസ്കാരം കഴിക്കാനുള്ളതല്ല കേട്ടോ, ഉത്തരവാദിത്തം കഴിക്കുമ്പോൾ ഞാൻ ആ ആളെടേന്ന് അങ്ങോട്ട് വേഗം നിസ്കരിച്ച്, അതുകൊണ്ട് ലോഹർ അങ്ങോട്ട് കഴിഞ്ഞ്. ലോഹർ അവിടെ കിട്ടിയില്ല, അള്ളാന്റെ അടുത്ത് ഫയലിൽ വന്നില്ല. അങ്ങനത്തെ നിസ്കാരമല്ല ഞാൻ പറഞ്ഞത്, അങ്ങനത്തെ നോമ്പല്ല ഞാൻ പറഞ്ഞത്, അങ്ങനത്തെ സക്കാത്തല്ല. കുറച്ച് ഉള്ളത് നല്ല പവർഫുൾ അമലുകളായിരിക്കണം ഉള്ളത് കേട്ടോ. അത് വേറെ തെറ്റൊക്കെ ഉണ്ട്, അള്ളാഹു പുറത്തു തരുമല്ലോ. ആ തെറ്റൊക്കെ അള്ളാഹു പുറത്തു തന്നാൽ ഉള്ളത് ഹൈറുള്ളതുണ്ടല്ലോ, അത് ഹോളിഡോള് ഒരു അല്പം പോലും വിഷമില്ലാത്തായിരിക്കണം, കൃത്യമായും അള്ളാഹ്ക്ക് വേണ്ടിയുള്ളതായിരിക്കണം കേട്ടോ. അപ്പൊ അള്ളാഹു തൃപ്തിപ്പെടും, നമ്മളും തൃപ്തിപ്പെടും. അലാ ഇന്ന ഹിസ്ബല്ലാ, അള്ളാന്റെ പാർട്ടിക്കാരുണ്ടല്ലോ, ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയിച്ചവർ. അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. റളിയല്ലാഹു അൻഹും വറളു അൻഹും, അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അള്ളാഹു നമുക്ക് തരുന്ന അള്ളാഹുവിന്റെ പ്രതിഫലം നമ്മൾ തൃപ്തിപ്പെടും. ആ നിലക്കുള്ള ആളുകളായി മാറണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. എന്ത്? പടച്ചോനും നല്ല ബുദ്ധിയും നല്ല സ്നേഹവും നല്ല വാത്സല്യവും ഒക്കെ അദ്ദേഹത്തിന് ഉണ്ടാവാനല്ല പ്രാർത്ഥിക്കേണ്ടത്, മറിച്ച് പടച്ചോനെ എന്നോട് കടപ്പാടുള്ളൊരു ജീവിതം നയിക്കാൻ അള്ളാഹുവെ നീ അദ്ദേഹത്തിന് അനുഗ്രഹിക്കണം, എന്നെയും അതുപോലെ അനുഗ്രഹിക്കണം, എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണം. അങ്ങനെ അനുഗ്രഹിച്ച് ഈ ലോകത്തും പരലോകത്തും പടച്ചോനെ നീ ഞങ്ങൾക്ക് നന്മ നൽകണം എന്ന് പ്രാർത്ഥിക്കുക. റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയ്യുൻ, പടച്ചോനെ ഇഹത്തിലും പരത്തിലും കണ്ണിന് കുളിർമ നൽകുന്ന ഭാര്യയും ഭർത്താവും മക്കളുമായി ജീവിക്കാൻ നീ ഞങ്ങൾ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു സഹാബത്ത്. ആ നല്ലവരായ ആളുകളെ സംബന്ധിച്ച് അള്ളാഹു പ്രശംസിച്ചുകൊണ്ട് സൂറത്തുൽ ഫുർഖാനിൽ വിശദീകരിച്ചിട്ടുണ്ട്. ആ ഭാഗമാണ് ഞാൻ റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ, പടച്ചോനെ എന്നെയും എൻ്റെ ഭർത്താവിനെയും എൻ്റെ മക്കളെയൊക്കെ മുത്തഖ്വകൾക്ക് ഇമാമായി നിൽക്കാൻ മാത്രമുള്ള വളർച്ചയും ഉയർച്ചയും ധാർമ്മിക രംഗത്ത് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ കുറെ നിങ്ങൾ പ്രാർത്ഥിക്കും. ഇപ്പൊ നോമ്പ് കാലമല്ലേ, കുറെ പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു സ്വീകരിക്കും. നോമ്പിനുള്ള പ്രാർത്ഥന അള്ളാഹ് പ്രത്യേകം സ്വീകരിക്കും കേട്ടോ. നോമ്പുകാരന്റെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകത ഉണ്ടല്ലോ. അപ്പം ഓരോ നോമ്പും നോറ്റ് നിങ്ങൾക്കുള്ള പ്രയാസങ്ങൾ എന്തൊക്കെയാണോ, ദുനിയവിയായ പ്രയാസങ്ങൾ കുറെ സഹിക്കാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞ വിഷയമാണ്. കുറെ സഹിക്കാൻ ശ്രമിക്കുക. പരലോക മോക്ഷത്തിന് വേണ്ടി കൂടുതൽ ചോദിക്കുക. ഇവിടെ കിട്ടിയില്ല അവിടെ കിട്ടിയാലാ ഹൈർ. അപ്പൊ ആ നിലക്ക് ചിന്തിക്കുക. അതുകൊണ്ട് പടച്ച തമ്പുരാനിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ, ഭർത്താവിനോടാണ് തെറ്റ് വന്നു പോയതെങ്കിൽ അദ്ദേഹത്തോട് മാപ്പ് ചോദിക്കുക. ഭർത്താവ് ഭാര്യയോടാണ് തെറ്റുകളും കുറ്റങ്ങളും പോരായ്മകളൊക്കെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അദ്ദേഹം ഭാര്യനോട് മാപ്പ് ചോദിക്കുക. പരിശുദ്ധമായൊരു ജീവിതം ഈ പരിശുദ്ധ റമളാനിൽ തന്നെ ആരംഭിക്കുക. ശുദ്ധമായ ജീവിതം നയിച്ചുകൊണ്ട് ഈമാനോടുകൂടി ജീവിച്ചുകൊണ്ട് പടച്ച തമ്പുരാന്റെ കോടതിയിലേക്ക് സ്വർഗത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിഞ്ഞുകൊണ്ട് ഭൂമിയിൽ നിന്ന് വിട്ടുപിരിയാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ പോരായ്മകൾ അർഹമുറാഹിമിനായ തമ്പുരാൻ അവൻ്റെ മഹത്തായ മഹളായ ഫضലുകൊണ്ട് നമുക്കെല്ലാം പുറത്തു മാപ്പായി തരുമാറാകട്ടെ. നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് മുമ്പ് പടിയിറങ്ങിപ്പോയ നമുക്കൊരുപാട് മാതാപിതാക്കളുണ്ട്, നമ്മുടെ സഹോദരി സഹോദരന്മാരുണ്ട്. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. ഖബറിലും നാളെ പരലോകത്തും അള്ളാഹുവെ വിട്ടുപിരിഞ്ഞു പോയ ആളുകൾക്ക് ആനന്ദവും ആഹ്ലാദവും നൽകി സ്വർഗത്തിൽ ഇടം നൽകണമേ തമ്പുരാനെ. പടച്ച തമ്പുരാന്റെ കോടതിയിൽ ചെല്ലുമ്പോൾ വലത് കൈയിൽ കർമ്മരേഖ സ്വീകരിക്കാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും തുണക്കുമാറാകട്ടെ. ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇതുവരെയും ചെയ്തു വന്നിട്ടുള്ള മലീമസമായ കാതും കണ്ണും കരളുമുള്ളവരാണ്. അള്ളാഹു അതെല്ലാം മാപ്പാക്കി തരുന്ന കൂട്ടത്തിലുള്ള സത്യവിശ്വാസികൾ അള്ളാഹു നമ്മെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. പരിശുദ്ധ റമളാനിലെ ഓരോ സൽക്കർമ്മങ്ങളും അള്ളാഹു സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാനിൻ്റെ ഈ മഹനീയമായ സദസ്സ് പടച്ച തമ്പുരാൻ ഏറ്റവും വലിയ സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഈ സദസ്സിൽ പങ്കെടുത്ത് സംസാരിച്ചതിനും ഈ സദസ്സിൽ പങ്കെടുത്ത എനിക്കും നിങ്ങൾക്കും അള്ളാഹു അതിൻ്റെ പ്രതിഫലം നൽകുമാറാകട്ടെ. ഇതിൽ നിന്ന് പരമാവധി കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തി ഉത്തമരാകാൻ അള്ളാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു ചോദ്യം കിട്ടിയിട്ടുണ്ട്. മരിച്ചു കഴിഞ്ഞാലും പ്രതിഫലം ലഭിച്ചുകൊണ്ടേ ഇരിക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചൊന്ന് വിശദീകരിച്ചു. മരണാനന്തരം പ്രതിഫലം ലഭിക്കുന്ന കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ മാത്തൽ ഇൻസാൻ ഇൻഖത്താ അമലുഹു കുല്ലുഹു. ഒരു മനുഷ്യൻ മരിക്കുന്നതോടുകൂടി അവന്റെ എല്ലാ അമലുകളും തീർന്നു. ഇല്ലാ മിൻ സലാസ, 3 കാര്യം ഒഴികെ. 3 കാര്യം മരിച്ചാലും മുറിയില, കൂലി കിട്ടും. അത് ഒന്ന്, വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, സാലിഹായ
തൗഹീദുള്ള അള്ളാഹുവിനെയും റസൂലിനെയും തൃപ്തിപ്പെടുന്ന മകന്റെയും മകളുടെയും പ്രാർത്ഥന. അല്ലാണ്ട് വെറുതെ നടക്കുന്ന ആൾക്കാരുടെ പ്രാർത്ഥനയൊന്നും അള്ളാഹു സ്വീകരിക്കൂല കേട്ടോ. വലതുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, ഒന്ന് അത് അള്ളാഹിന്റെ അടുത്ത് കിട്ടും. രണ്ടാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സദഖത്തുൻ ജാരിയ, ശാശ്വതമായി നിൽക്കുന്ന അള്ളാന്റെ മാർഗത്തിൽ നൽകിയ സദക്ക അഥവാ വഖഫ് സ്വത്തുക്കൾ. ഇപ്പൊ പള്ളിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതുപോലുള്ള അള്ളാഹിന്റെ മാർഗത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഞാൻ ഈ സ്ഥാപനം നിലനിൽക്കാൻ വേണ്ടി, അള്ളാഹുവിൻ്റെ ഈ ഖുർആൻ പഠിപ്പിക്കുന്ന ഈ സ്ഥാപനം നിലനിൽക്കാൻ വേണ്ടി ഇന്നത് വഖഫ് ചെയ്യുന്നു. അങ്ങനെ ഈ സ്ഥാപനം എത്ര കാലം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിലനിൽക്കുന്നുവോ അത്രയും കാലം അതിൻ്റെ പ്രതിഫലം അതിൻ്റെ ആൾക്ക് കിട്ടും. രണ്ടാമത് രംഗം. മൂന്നാമതൊരു രംഗമുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഇൽമുൻ യന്തഫഉ ബിഹി, ഉപകാരപ്രദമായ അറിവ് ജനങ്ങൾക്ക് നൽകുക, ആളുകൾക്ക് നല്ല നിർദ്ദേശങ്ങൾ നൽകുക. ആ നിർദ്ദേശം അനുസരിച്ച് അയാൾ എത്ര കാലം വേറൊരാൾ, ഇപ്പം ഞാൻ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്, ഞാൻ പഠിപ്പിക്കുന്ന ആളുകൾ ഇപ്പോൾ ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ അധ്യാപികമാരാണ്. എന്നിൽ നിന്ന് അറിവ് സ്വീകരിച്ച് അവർ പഠിപ്പിക്കുമ്പോൾ ആ പഠിപ്പിക്കുന്ന നന്മ നിങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ അതിൽ നിന്ന് ഒരംശം ഞാൻ മരിച്ചാലും എൻ്റെ കബറിലേക്ക് വരും. നിന്റെ കബറിലേക്ക് വരുമല്ലോ വെച്ചിട്ട് നിങ്ങൾ അന്നാണ്ടൊക്കെ കേട്ടോ. അല്ല ഇതിൻ്റെ ഇടയിൽ പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ചിലവർക്ക് അങ്ങനെ ഉണ്ട്. അത് ശരി, അയാൾക്ക് അങ്ങനെ ഇട്ടു, നമ്മൾ നിങ്ങളത് കുറയാണ്ടെങ്കിൽ കിട്ടുക കേട്ടോ. ഇനി പഠിപ്പിക്കുന്നവർ ചോദിക്കട്ടെ, നമ്മൾ ഇനി അത്ര നന്നായി പഠിപ്പിക്കണ്ട, അതിലൊന്നും നിങ്ങളത് കുറയാണ്ട് എനിക്ക് കിട്ടും കേട്ടോ. അതാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുർആനും പറഞ്ഞു, എന്ത് ഇത് അൻലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, ഒരു മനുഷ്യൻ പ്രവർത്തിച്ചല്ലാതെ വേറൊരാൾക്ക് കിട്ടൂല. അതിൽ നമ്മൾ മരിക്കുന്നതിന് മുമ്പ് ചെയ്തേ കിട്ടുള്ളൂ എന്നാ. അപ്പം ചിലര് പറഞ്ഞു വിശുദ്ധ ഖുർആനൊക്കെ ഓതിയിട്ട് ഇങ്ങനെ നമ്മൾ മരിച്ച ആൾക്ക് വേണ്ടിയിട്ട് ഹദിയ ചെയ്തിട്ട് വിടുന്നുണ്ട് ചില ആൾക്കാർ. യാസീൻ ഓതുക, അങ്ങനെ ഖുർആൻ ഒന്നായിട്ട് ഓതുക, ഖത്തം തീർക്കുക, അങ്ങനെയൊക്കെയുള്ള ഏർപ്പാട് ചെയ്യലുണ്ട്. അപ്പൊ ആ വിഷയത്തെ സംബന്ധിച്ച് മഹാനായ ഇബ്നു കസീർ റഹ്മഹുള്ളയോട് അന്വേഷിച്ചു, എന്താണ് അതിന്റെ ഹുക്മ്, ഇസ്ലാമിക വിധി എന്താണ്. അപ്പൊ പറഞ്ഞു, പിന്നെ വഅൻ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ എന്ന ആയത്ത് അത് അവതരിപ്പിച്ചപ്പോൾ ആ ആയത്തിന്റെ വിശദാംശത്തിൽ അദ്ദേഹം പറയുന്നു, ഒമിൻ ഹാദിഹിൽ ആയത്തിൽ കരീമ ഇസ്തംബത്ത ശാഫിഈ റഹ്മഹുല്ലാ വമൻ ഇത്തബഅഹു, ഇമാം ഷാഫിഈയും അദ്ദേഹത്തിന്റെ അനുജന്മാരായ ശിഷ്യഗണങ്ങളുമൊക്കെ ഈ ആയത്തിൽ നിന്ന് മതവിധി കണ്ടെത്തിയത് അന്നൽ ഖിറാഅത്ത ലാ യസിലു ഇഹ്ദാഉ സവാബിഹാ ഇലൽ മൗത, മരിച്ചുപോയ ആളുകൾക്ക് ഖുർആൻ ഓതി ഹദിയ ചെയ്ത കൂലി കിട്ടൂല. കാരണം അത് അവരുടെ പ്രവർത്തനമല്ല. കാരണം പറഞ്ഞത് കേട്ടോളൂ. ലി അന്നഹു ലൈസ മിൻ അമലിഹിം, അത് അവരുടെ പ്രവർത്തനമല്ല. ലി അന്നഹു ലൈസ മിൻ അമലിഹിം വലാ കസ്ബിഹിം, അവരുടെ അധ്വാനവുമല്ല, വേറെ ആളുകൾ ഓതിയതാണ് കേട്ടോ. നേരെ മറിച്ച് നമ്മൾ സദക്ക ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ടല്ലോ, അത് കിട്ടും. നമ്മളെ സാലിയായ മക്കളായി വളർത്തിയിട്ടുണ്ടല്ലോ, അത് കിട്ടും. നമ്മൾ പഠിപ്പിച്ചു കൊടുത്ത നല്ല കാര്യങ്ങളുണ്ടല്ലോ, അത് കിട്ടും. അതൊക്കെ നമ്മളുടെ അമല, ഇതൊന്നും ഇവരുടെ അമലല്ല, അതുകൊണ്ട് കിട്ടൂല. അതുകൊണ്ട് വലിഹാദ ലം യുന്തബ് ഇലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഉമ്മത്തിന് ഇങ്ങനെ ഒരു സുന്നത്ത് പഠിപ്പിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ ആ നിലക്ക് കിട്ടൂല. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ എഴുതി കൊടുത്താൽ, കാരണം എന്താ പറയുക, നമ്മൾ ഓരോരുത്തർക്ക് സംശയം കൊടുത്ത് മൈക്ക് കൈകാര്യം ചെയ്യാൻ കഴിയില്ല, അതിനുള്ള സംവിധാനം ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ചോദിക്കാം, നിങ്ങൾക്ക് ഇവിടെ എഴുതി തന്നിച്ചാൽ മതി. അപ്പോൾ എന്താണ് സമയത്തിനനുസരിച്ച് അതൊക്കെ നിങ്ങൾ പറഞ്ഞോളി, അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. സമയത്തിനനുസരിച്ച് ഇപ്പോൾ ഇവിടെ സമയം ഉണ്ടായിട്ട് അപ്പോൾ അതൊക്കെ ചോദിച്ചത് അല്ല, മണി 12 ആയിരിക്കുന്നു അല്ലേ. ഏതായിരുന്നാലും പിന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടു. ഇതൊക്കെ നിങ്ങൾ പകർത്തണേ, ഇത് നിങ്ങളോട് പകർത്താനല്ല പറഞ്ഞത്, ഇവരോട് സമയം